നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു പച്ചക്കറി നോൺ വെജ് കോംബോയാണ്. നമ്മൾ ഇന്ന് കോമ്പിനേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ചിക്കനും കുമ്പളങ്ങിയാണ്. ഇതൊരു കോമ്പിനേഷനിൽ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അത് പച്ചക്കറി കഴിക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വൈമുഖ്യ ഇഷ്ടമില്ല. ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മൾ കഴിക്കേണ്ടതായ ഭക്ഷണം കഴിക്കാതിരിക്കുകയും നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നാച്ചുറലായിട്ടുള്ള ഓരോ ആഹാര പദാർത്ഥത്തിനും നമ്മുടെ ആരോഗ്യത്തിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പോഷകങ്ങളും ഓരോരോ പച്ചക്കറികളിലായിട്ട് അങ്ങനെ പടർന്നു കിടക്കണമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരും. വെണ്ടയ്ക്കയിലുള്ള പോഷകങ്ങളല്ല ശരിക്കും കുമ്പളങ്ങയിലുള്ള പോഷകങ്ങളല്ല തക്കാളിയിലുള്ള പോഷകങ്ങളായിരിക്കില്ല കാബേജിലുള്ള. ഇതെല്ലാം കൂടി ചേർന്ന് ഇതിൽ കുറെയെങ്കിലും നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം കറക്റ്റായിട്ട് പോകുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ ശാരീരിക പ്രവർത്തനത്തിന് ആവശ്യമായ പോഷകങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പച്ചക്കറികൾക്ക് ഭയങ്കര സ്ഥാനമുണ്ട് നമ്മുടെ ഡയറ്റില്, നമ്മുടെ ആരോഗ്യത്തിലും. ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന കുട്ടികൾക്കും വളരെയധികം വിമുഖതയാണ് പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രുചികരമായിട്ട് പച്ചക്കറികളൊക്കെ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഒരു നോൺ വെജും അതുപോലെ തന്നെ വെജിറ്റബിളും ആയിട്ടുള്ള ഒരു കോംബോ. 1-2 ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു സീരീസാണ് നമ്മുടെ ചിക്കൻ കുമ്പളങ്ങ കറി. നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പം അതിനകത്ത് കുറച്ച് അളവ് കൊള്ളുന്ന തരത്തിലൊരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അതിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന 2 ചെറിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 2 തുട എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ വരണ്ടു വരുമ്പോൾ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ചെറിയൊരു പുളിരസം കിട്ടുന്നതിന് വേണ്ടി മാത്രം. നമ്മൾ ഈ കറിയിലേക്ക് കുറച്ച് മസാല ഒന്ന് കൂടുതലാണ് ഇടുന്നത്. അത് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത് പൊടിച്ചിടുക ചെയ്യുന്നത്. പൊടിച്ചെടുക്കുന്നതിനായിട്ട് നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട്. ഒരു 10-15 കരയാമ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു അര കഷ്ണം ഒരു തക്കോലത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഗരം മസാല പൊടിയായിട്ട് മേടിക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയൊന്നും ചെയ്യാറില്ല. ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തല്ല. നമ്മൾ എടുക്കുന്ന എല്ലാ മസാലയും മരുന്നാണ്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ അസുഖത്തിനൊക്കെ ഇതെല്ലാം ഒരു മരുന്നായിട്ട് തന്നെ ഭവിക്കും, ഔഷധമായിട്ട് തന്നെ ഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ച് ചേർക്കുക. മസാല നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ കുമ്പളങ്ങ കറിക്ക് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് നമ്മൾ മസാലയായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുന്നുണ്ട്. നമ്മൾ കുമ്പളങ്ങ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. നമ്മൾ കുമ്പളങ്ങ നന്നായി ക്ലീൻ ചെയ്ത് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ചിക്കൻ്റെ കഷ്ണത്തിൻ്റെ ഒരു 3/4 പങ്കിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനും കുമ്പളങ്ങയും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചിക്കനും കുമ്പളങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഇനി ഒന്ന് നേരിയതായിട്ട് ഇനിയാണ് ഒരു രുചികരമാക്കുന്നത്. നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വളരെ രുചികരമാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ചിക്കൻ മാത്രം എടുത്ത് ഇതിനകത്തൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിടുക ചെയ്യുന്നത്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കഷ്ണം മാത്രം ഒന്ന് എടുത്തിട്ട് ഇതിനകത്തൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് വരട്ടിയെടുക്കുക. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചിക്കൻ നേരിയതായിട്ടൊന്ന് വറുത്തെടുത്ത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് കിട്ടും.
നമ്മൾ ഈ ചിക്കൻ നേരിയതായിട്ടൊന്ന് വരട്ടി എണ്ണയിൽ എടുക്കുന്നേ ഉള്ളൂ, ഒരു പച്ചച്ചവ കെടാൻ വേണ്ടിയിട്ട്. അത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുമ്പളങ്ങ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നേരിയതായിട്ട് വറുത്തിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ കറിയിൽ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൽ പാലെടുത്തിട്ട് രണ്ടാം പാൽ ഉപയോഗിച്ചിട്ട് കറി മൊത്തത്തിൽ വേവിച്ചെടുക്കാം. ലാസ്റ്റ് തലപ്പാൽ, ഒന്നാം പാൽ ഒഴിച്ച് നമുക്കത് ഫിനിഷ് ചെയ്യാം. അപ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഈ ഒരു പ്രിപ്പറേഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങും. കുമ്പളങ്ങയ്ക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. അത് മാത്രമല്ല, ഈ ഗ്രേവിയിൽ ആ കുമ്പളങ്ങ വെന്ത വെള്ളം ഉണ്ടൊക്കെ ഉണ്ടാവും. ഇനി കുമ്പളങ്ങ കഴിച്ചില്ലേ പോലും കുമ്പളങ്ങയുടെ കുറേയധികം ഗുണങ്ങൾ നമ്മുടെ കറിയുടെ ഗ്രേവിയിലേക്ക്, ചാറിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അതും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടും. നമ്മളിന്ന് എടുത്തിരിക്കുന്ന മെയിൻ ചേരുവകൾ ചിക്കനും അതുപോലെ കുമ്പളങ്ങയാണ്. ചിക്കനൊക്കെ നമുക്ക് വളരെ ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ്. ചിക്കനൊക്കെ നമുക്ക് വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ്. ചിക്കൻ പ്രോട്ടീൻ വളരെ ലീൻ പ്രോട്ടീനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നേരെ മസിൽ ബിൽഡിങ്ങിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് മൊത്തമുള്ള ഓവറോൾ ഗ്രോത്തിനും വളരെ നല്ലതാണ്. എല്ലാവർക്കും ചിക്കനൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു പേടിയുണ്ട്, കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന്. പക്ഷെ അതിനകത്തുള്ള ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എല്ലാവർക്കും ചിക്കൻ കഴിക്കാനായിട്ട് വളരെ ഒരു പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്താണ് വന്നത്. അങ്ങനെയല്ല ശരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ആനിമൽ ബ്രീഡിങ്ങിൽ വരുന്ന ഒരു സയൻസ് അതിനകത്ത് ഉൾപ്പെട്ട് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി കാണിക്കുന്ന ഒരു ബ്രീഡ് എന്ന് വെച്ചാൽ ഒരു പറ്റം പ്രോജനി എന്ന് പറയും, കുഞ്ഞുങ്ങള്, അത് നല്ല ക്വാളിറ്റിയാണ്. കാരണം നമുക്ക് ഇതിവിടെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇറച്ചി കിട്ടുന്ന ഒരു കുഞ്ഞുങ്ങളെയാണ് വേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ ആനിമൽ ബ്രീഡിങ്ങിൽ വരുമ്പോൾ നമ്മൾ സെലക്ഷൻ എന്ന് പറയും, കൂടുതൽ അത് തന്നെ സെലക്ട് ചെയ്ത് അതിനെ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ചിക്കൻ കിട്ടുന്നത്. അപ്പം യാതൊരുവിധ പേടിയുടെ ആവശ്യമില്ല നമുക്ക് ചിക്കൻ കഴിക്കാനായിട്ട്. കാരണം നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, നമ്മുടെ വെയിറ്റ് ലോസിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈവൻ തൈറോയിഡിന് പോലും, സ്ത്രീകൾക്കുള്ള തൈറോയിഡിന് പോലും നമുക്ക് ബ്രോയിലർ ചിക്കൻ പ്രയോജനപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിക്കൻ്റെ കൂടെ കഴിക്കുന്ന മോശമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പലഹാരങ്ങൾ നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കുക. ശരിക്കും നമ്മൾ ചിക്കൻ കഴിക്കുന്നതുകൊണ്ടല്ല നമുക്ക് വെയിറ്റ് കൂടുതൽ വെക്കുന്നത്. ശരിക്കും ചിക്കൻ കഴിക്കുമ്പോൾ വെയിറ്റ് കുറയാണ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് വെക്കുന്നത് നമ്മൾ നല്ലതല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മൈദ, റവയൊക്കെ കൂടുതലുള്ള പലഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് വെയിറ്റ് കൂടുന്നത്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചിക്കൻ കുറയ്ക്കണ്ട, പക്ഷെ അതിൻ്റെ കൂടെ കഴിക്കുന്ന മൈദ കൊണ്ടും റവ കൊണ്ടൊക്കെയുള്ള പൊറോട്ടയും കുബൂസ് പോലെയുള്ള പലഹാരങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ കറിയിൽ ചേർത്തിരിക്കുന്ന കുമ്പളങ്ങ ഒരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം തന്നെയാണ് ശരിക്കും. നമ്മുടെ വെയിറ്റ് ലോസിന് നല്ലതാണ്, നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. അതിൽ കൂടുതലും വെള്ളമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷാരഗുണം കൂടുതലുണ്ട്, ആൽക്കലൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയുടെ ആസിഡിറ്റി ഒക്കെ നന്നായിട്ട് കുറയ്ക്കും. ഇതിൽ സിങ്ക്, സെലീനിയം, പൊട്ടാസ്യം പോലെയുള്ള പോഷകാംശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു നല്ലൊരു ഡയററ്റിക് ഏജന്റും കൂടി. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു മൂത്രം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് കളയുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും പറ്റുകയും ചെയ്യും. നമ്മൾ ഈ ഒരു കോംബോ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം രണ്ടും നല്ലൊരു മെഡിസിൻ പോലെ വർത്തിക്കുന്ന രണ്ട് ചേരുവകൾ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. രുചിയിലും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല രുചിയുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ്. നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. കുഞ്ഞുങ്ങളെ ഒരു കാര്യം എടുക്കണം, ചെറുപ്പത്തിലെ നല്ല ആഹാരം വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഭാവിയിലേക്ക് അവർ അത് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ആഹാരം എപ്പോഴും നമുക്ക് ആരോഗ്യം തരണമായിരിക്കണം. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതുപോലെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക.